Hello guys, it's me Adi. ഇന്ന് നമ്മൾ പിക്സൽ ലാബിൽ ഒരു ഉഗ്രൻ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പോണ്. മലയാളത്തിലാണ് ഞാൻ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്, മലയാളം ഫോണ്ടുകളൊക്കെ നൽകിക്കൊണ്ട്. നിങ്ങൾക്കറിയാം, കൺഗ്രാജുലേഷൻ പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ടൊക്കെ ഉന്നത വിജയം നേടി അല്ലെങ്കിൽ നല്ല മാർക്കോടുകൂടി പാസ്സായിന്നോ അല്ലെങ്കിൽ മറ്റുള്ള അച്ചീവ്മെന്റ്സ് ഒക്കെ കാണിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ സംഘടനകളോ ഒക്കെ പോസ്റ്റേഴ്സ് ഒക്കെ ഇറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഒരു സംഘടനാ പോസ്റ്ററാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള സംഘടന പോസ്റ്റേഴ്സ് ആണ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ കണ്ടിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പേരിൽ ഏതെങ്കിലും വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ മറ്റ് അച്ചീവ്മെന്റ്സ് ഒക്കെ നേടിയവരെ അഭിനന്ദനങ്ങൾ നൽകാനൊക്കെ നിങ്ങൾക്ക് പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സൈസിലാണ് ഈ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോസ്റ്ററിൽ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ എലമെന്റ്സും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം പിക്സൽ ലാബ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഇത് നമ്മുടെ പിക്സൽ ലാബിൻ്റെ ആ ഒരു ഗ്രാഫിക് ഡിസൈനിങ് ഇൻ മൊബൈൽ എന്ന് പറഞ്ഞിരുന്ന ആ ഒരു സീരീസിൽ അവസാനത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പ് നമ്മൾ പിക്സൽ ലാബിൻ്റെ ടൂൾസ് പരിചയപ്പെടുത്തുന്ന 2 വീഡിയോസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ 3D ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ, വേറൊരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ അതൊക്കെ വർക്ക് ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അയച്ചു തന്നു. വളരെ രസകരമായിട്ട് തന്നെ പലരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഭാഗമാണ് നമുക്ക് പിക്സൽ ലാബ് ഉപയോഗിച്ച് നമ്മുടെ മൊബൈലിൽ പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ് പിക്സൽ ലാബിൻ്റെ. ഞാൻ ജസ്റ്റ് ഒന്ന് ടൂൾസ് പരിചയപ്പെടുത്താം. ഇവിടെയാണ് നമ്മളുടെ ടൂൾസ് ബോക്സ് എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനിൽ ക്വിക്ക് ആക്ഷൻ ബാറാണ്. അതായത് നമുക്ക് ലെയർ പാനൽ എടുക്കാനും നമുക്ക് ക്വിക്കായിട്ട് ടെക്സ്റ്റ് ഇമേജസ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ, കോഡ്സ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെയാണ്. അപ്പോൾ ഇവിടെ പ്രീസെറ്റ്സ് ഒക്കെ കാണാം നിങ്ങൾക്ക്. ഇപ്പോൾ ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു പ്രീസെറ്റ് ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ നമുക്കത് ഡിലീറ്റ് ചെയ്യണം. ആദ്യം ഈ ടെക്സ്റ്റ് ലെയർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡിലീറ്റ് ബട്ടൺ അവിടുത്തെ ഡിലീറ്റ് ചെയ്യുക. ഇനി നമുക്ക് നേരെ പോകേണ്ടത് നമ്മുടെ ടൂൾ ബോക്സിൽ 4ാമത്തെ ഓപ്ഷനായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷനിലേക്കാണ്. ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കളർ സെലക്ട് ചെയ്യാം. നമുക്കൊരു കളർ കൊടുക്കാം. ഞാൻ വൈറ്റ് ആണ് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നത്, ടിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കളറിന് പകരം നിങ്ങൾക്ക് ഇമേജസ്, ഇതിൽ ഡീഫോൾട്ടായിട്ട് കുറച്ച് ഇമേജസ് ഉണ്ട്, അത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് ഗാലറിയിൽ നിന്നും ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പോസ്റ്ററിന് വേണ്ട ഒരു ടെക്സ്റ്റേർഡ് ഇമേജ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇത് ഫ്രം ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ആ ഒരു ഇമേജ്, ഞാനിവിടെ എലമെന്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ആവശ്യമുള്ള എലമെന്റുകൾ മാത്രം ഇതിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഞാനൊരു ഫോൾഡർ ആക്കിയിട്ട് ഡ്രൈവ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് എലമെന്റ്സ്, ഇതുപോലുള്ള പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള എലമെന്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇമേജ്, ഞാൻ ഈ ഒരു റെഡ് ഇമേജ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് 1:1 റേഷ്യോയിലാണ്. അപ്പോൾ ഞാനത് ആ ഒരു റേഷ്യോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡീഫോൾട്ടായിട്ട് ഒരുപാട് റേഷ്യോസ് ഉണ്ട്. നമുക്കിവിടെ റൊട്ടേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ടിക്ക് കൊടുക്കുക. അപ്പോൾ നമുക്കിത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ക്യാൻവാസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1:1 ആണ് റേഷ്യോ. അതായത് 1000 പിക്സൽസ് ഇൻറ്റു 1000 പിക്സലോ അല്ലെങ്കിൽ 1080 പിക്സൽ ഇൻറ്റു 1080 പിക്സലോ ഒക്കെ കൊടുക്കാം. അല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സൈസിൽ നിങ്ങളുടെ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ മുകളിൽ കാണുന്ന ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് സൈസ് എടുക്കുക. അതിൽ കുറച്ച് ഡീഫോൾട്ട് ആയിട്ടുള്ള ഓപ്ഷൻസ് കാണാം. തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള സൈസ്, അതുപോലെ യൂട്യൂബ് ചാനൽ ബാനർ, പ്രൊഫൈൽ പിക്ചർ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൈസസ് ഒക്കെ ഉണ്ട്. പിന്നെ കസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കസ്റ്റം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എടുക്കുന്ന സൈസാണ് ഈ എടുക്കുന്നത് 1280 ഇൻറ്റു 1280 എന്നുള്ളത്. ടോക്കെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാൻവാസ്, നിങ്ങൾക്ക് വേണ്ട സൈസിലുള്ള ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്ത് വരും. അപ്പോൾ നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് ഒരു ടെക്സ്റ്റ് ചെയ്ത് ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്കൊരു ഷേപ്പ് വേണം. അതായത് ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് ആ പോസ്റ്ററിൻ്റെ ഒരു ലേ ഔട്ടാണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3ാമത്തെ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷേപ്സ് എന്ന് കാണാം. ഇതാണ് ഷേപ്സ്. സെലക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഷേപ്സ് എടുത്തപ്പോൾ തന്നെ ഒരു സ്ക്വയർ ആണ് വന്നിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒരുപാട് ഷേപ്സ് ഒക്കെ കാണാം കേട്ടോ. നമുക്ക് സ്ക്വയർ തന്നെയാണ് ആവശ്യം. ഞാൻ സ്ക്വയർ ഈ സൈസിൽ ആക്കുന്നുണ്ട്. ഈ ഒരു സൈസിൽ ഞാൻ സെറ്റ് ചെയ്തിട്ട് താഴോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെന്തായാലും അഭിനന്ദനങ്ങളൊക്കെ നേരുന്ന ഒരു പോസ്റ്റർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടോ സംഘടനകളൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു അഭിനന്ദനങ്ങൾ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ കൺഗ്രാജുലേഷനൊക്കെ ചെയ്തിട്ട് പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആയിരിക്കും ഈ ഒരു പോർഷൻ, ഞാൻ ഈ ഒരു വൈറ്റ് വെച്ച പോർഷനിലായിരിക്കും അവരുടെ സംഘടനയുടെ പേര് കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കോളേജ്, അവിടെ ഒരു SFIയുടെ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ SFI യൂണിറ്റ്
എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കും. അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര്, അല്ലെങ്കിൽ ഒരു കോളേജിൻ്റെ പേര്. ഇപ്പോൾ ഫറൂഖ് കോളേജ് എന്ന് പറഞ്ഞിട്ട് ഫറൂഖ് കോളേജ്, കോളേജ് യൂണിയൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒക്കെ, അതായത് ആരാണോ ഇപ്പോൾ നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പേര് കൊടുക്കില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മുടെ സ്വന്തം പേര് വെച്ചിട്ട് ഒരിക്കലും ഒരാളെ പോസ്റ്റേഴ്സ് ഉണ്ടാക്കും, പക്ഷെ ഇതുപോലെ വാട്ടർമാർക്കൊന്നും ആഡ് ചെയ്യില്ല, അല്ലെങ്കിൽ നെയിമൊന്നും താഴെ ആഡ് ചെയ്യാറില്ല. ഏതെങ്കിലും സ്ഥാപനമോ ഇൻസ്റ്റിറ്റ്യൂട്ടോ ഒക്കെ ആണെങ്കിലാണ് അങ്ങനെ വയ്ക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ലേഔട്ട് വെച്ചത്. ഇനി ഞാൻ ലെയർ പാനൽ എടുക്കുകയാണ്. ഈ ലെയർ പാനൽ എടുക്കുമ്പോൾ ഇവിടെ ഒരു ലോക്ക് ഐക്കൺ കാണാം, അത് വെച്ച് ലോക്ക് ചെയ്യാണ്. ഇല്ല എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഷേപ്പാണ്. അതായത് കൺഗ്രാറ്റ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ആർക്കാണ് ആ അച്ചീവ്മെന്റ് കിട്ടിയത് അവരെ ഇമേജ് വെക്കാനുള്ള ഒരു ഷേപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഈ മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കുക. അതിൽ നമുക്ക് കാണാം ഷേപ്സ് കാണാം. ഞാനിവിടെ തൽക്കാലം എടുക്കുന്ന ഷേപ്പ് ഈ ഒരു ഷേപ്പാണ് എടുക്കുന്നത്. ഓക്കെ, ആ ഒരു ഷേപ്പ് ഞാൻ ഈ ഒരു ലെവലിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. ഇതിലേക്ക് സെറ്റ് ചെയ്തു. ഇനി ഇതിൽ തന്നെ ഞാൻ ഒരു ഇമേജ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഒരു ഇമേജ് ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ മാസ്ക് ടൂളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് എങ്ങനെ മാസ്ക് ചെയ്യാമെന്ന്, നമ്മളൊരു ട്യൂട്ടോറിയൽ ഇട്ടിരുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പം നമുക്ക് സുഖം എന്ന് പറയുന്നത് ഇവിടെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. നമ്മൾ ഏതിലേക്കാണോ ടെക്സ്ചർ ആഡ് ചെയ്യുന്നത്, ഈ ഒരു ഷേപ്പിലേക്കാണെങ്കിൽ ആ ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് ടെക്സ്ചർ എടുക്കുക. ഇവിടെ ഒരു ഇമേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ ഞാൻ എൻ്റെ ഇമേജ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മറ്റാരെങ്കിലും ഇമേജ് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ആണ്, നമുക്ക് ഒരുപാട് പേര് കാണുന്നതാണ്. സോ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഇമേജസ് ആണ് എടുക്കുന്നത്. സോ കണ്ടൻറ്റും എൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ ഈ ഇമേജ് ഞാൻ ഇതിങ്ങനെ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. 1:1 ഞാൻ ക്രോപ്പ് ചെയ്തിരിക്കുന്നത്. ടിക്ക് കൊടുത്തു. അപ്പോൾ ആ ഒരു ഇമേജ് അവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അത് വേണ്ട രീതിയിലൊന്ന് റീസൈസ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷേപ്പിന് ഡ്രോപ്പ് ഷാഡോ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഷാഡോ കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഷാഡോ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് എനേബിൾ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു രീതിയിൽ ഷാഡോ കൊടുത്തിട്ടുണ്ട്. ബ്ലർ റേഡിയസ് 10 ബ്ലാക്ക് ആണ് കളർ കൊടുത്തിരിക്കുന്നത്. ചെറിയ രീതിയിൽ ഷാഡോ കൊടുത്തിട്ടുണ്ട്, കാണാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് പേര് കൊടുക്കണം, കണ്ടന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണം അല്ലേ. അപ്പോൾ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുകയാണ്. ഒന്നില്ലെങ്കിൽ ഈ ഒരു പ്ലസ് ഐക്കൺ വന്നിട്ട് ടെക്സ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്ന് ടെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ അതിൽ KN എന്ന് പറഞ്ഞിട്ട് ഞാൻ പേര് കൊടുക്കുകയാണ്. എൻ്റെ ആ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഞാൻ സൂം ചെയ്യുന്നുണ്ട്. ഇവിടെ സൂം ബട്ടൺ ഉണ്ട്, അത് വെച്ച് സൂം ചെയ്യാം. ഞാൻ റോബോട്ടോ എന്ന് പറഞ്ഞൊരു ഫോണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫോണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എടുക്കുകയാണ്. അതായത് ആ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം, ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം വരുന്ന ഓപ്ഷൻസിൽ ഫോണ്ട് എടുക്കുകയാണ്. അതിൽ ഞാൻ മൈ ഫോൺസ് എടുത്തിട്ട് റോബോട്ടോ എന്ന് പറയുന്നൊരു ഫോണ്ട്, റോബോട്ടോ ബോൾഡ് എന്ന് പറഞ്ഞ ഫോണ്ട് എടുക്കുകയാണ്. അപ്പോൾ ബോൾഡായിട്ടാണ് വരുന്നത്. നമുക്ക് കുറച്ചുകൂടി ലൈറ്റ് ആക്കണമെങ്കിൽ അതിൽ തന്നെ റോബോട്ടോ റെഗുലർ എന്ന് പറഞ്ഞിട്ടോ ഓപ്ഷൻ കാണാം. ഞാൻ റെഗുലർ എടുത്തു. സൈസ് ഈ ഒരു സൈസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഒരു കോളേജിൻ്റെ ഒരു സംഘടനയാണ് വിഷ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഞാൻ പഠിച്ച കോളേജ് MES അസ്മാബി കോളേജാണ്. അപ്പോൾ ആ കോളേജ് ഇപ്പോൾ ഞാൻ പഠിച്ച സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിലിം പ്രൊഡക്ഷനാണ്, ഡിജിറ്റൽ ഫിലിം പ്രൊഡക്ഷനാണ്. സോ എൻ്റെ ഏത് ഇയറാണ് ഏത് ക്ലാസ് ആണെന്നൊക്കെ കേൾക്കണം. അപ്പോൾ അതിനുവേണ്ടി പുതിയൊരു ടെക്സ്റ്റ് എടുത്തു. ഞാനതിൽ ഞാൻ 3rd ഇയർ ആയിരുന്നു, ഇപ്പം അല്ല, 3rd ഇയർ ഞാൻ വെക്കുന്നുണ്ട്. ബിവോക്ക് DFP, അതായത് ബാച്ചുലർ ഓഫ് വൊക്കേഷൻ ഡിജിറ്റൽ ഫിലിം പ്രൊഡക്ഷൻ, അതിൻ്റെ ആണ് ഞാൻ DFP എന്ന് പറഞ്ഞിട്ട് ഷോർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ക്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഡിജിറ്റൽ ഫിലിം പ്രൊഡക്ഷൻ. ഇത് ഞാനിത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ സൈസ് ഒന്ന്, ഫോണിൻ്റെ സൈസ് ചെറുതാക്കണം. ഓക്കെ, ഞാൻ 24 കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോണ്ടിൻ്റെ സ്റ്റൈല് നേരത്തെ കൊടുത്തത് തന്നെ റോബോട്ടോ, നേരത്തെ റെഗുലറാണ് നമ്മൾ കൊടുത്തത്. നമുക്ക് ഇവിടെ റെഗുലർ കൊടുക്കേണ്ട ആവശ്യമില്ല. ലൈറ്റ് അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ മീഡിയം കൊടുക്കാം. ഞാൻ മീഡിയം കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ലൈറ്റ് ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ലൈറ്റ് കൊടുക്കുകയാണ്. ലൈറ്റാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് കാണാം അതിൽ KN, അതായത് 3rd ഇയർ ബിവോക്ക് ഡിജിറ്റൽ ഫിലിം പ്രൊഡക്ഷൻ, അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കണ്ടന്റ് കൊടുക്കണമല്ലോ. ഇത്ര കാര്യങ്ങൾ കൊടുത്തു. ഇതൊക്കെ നമുക്ക് പിന്നീട് അലൈൻ ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു മാർജിൻ ഉള്ളതായിട്ട് നമ്മൾ വിചാരിക്കണം. എന്നിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടന്റൊക്കെ ഈ മാർജിൻ്റെ അരികത്തൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കും, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അത് ബുദ്ധിമുട്ടാണ്. അത് വർക്കിനെ ഒരു ഭംഗി കളയും വർക്കിൻ്റെ.
അപ്പോൾ ഞാൻ സബ്ജക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിനി കോഡ് FML എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുമ്പ് ഞാൻ മലയാളം എങ്ങനെ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു പിക്സൽ ലാബിൻ്റെ. അതായത് നമ്മുടെ വാട്സപ്പിലെ മലയാളം എന്ന് പറയുന്നത് യൂണിക്കോഡ് ഫോർമാറ്റ് ആണ്. അത് FML ഫോർമാറ്റിലാക്കിയാൽ മാത്രമേ നമുക്ക് പിക്സൽ ലാബിൽ കൊടുത്തിട്ടുള്ള മലയാളം ഫോണ്ടുകൾ വർക്ക് ചെയ്യുള്ളൂ. സോ മലയാളം ഫോണ്ടിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ കോഡ് FML എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യണം മലയാളം. നമുക്ക് എന്താണ് കണ്ടന്റ് വേണ്ടത്, ഞാനത് ഏതെങ്കിലും മഗ്ലീഷ് കീബോർഡ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഇൻഡിക് കീബോർഡ് യൂസ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ചിത്രകലയിൽ ഒരു മലയാള പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു, ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അവാർഡ് ലഭിച്ചതിന് ഒരു കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടിട്ട് ആ ഒരു കോളേജിലെ വിദ്യാർത്ഥി സംഘടന ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഞാനവിടെ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കൺവേർട്ട് ചെയ്യുകയാണ്, FML കോഡായിട്ട് കൺവേർട്ട് ചെയ്തു. അതായത് മലയാളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ അത് യൂണിക്കോഡ് ഫോർമാറ്റ് ആയിരുന്നു. നമ്മൾ വാട്സപ്പിൽ ടൈപ്പ് ചെയ്യുന്ന മലയാളമൊക്കെ യൂണിക്കോഡ് ഫോർമാറ്റ് ആണ്. അത് FMLലേക്ക് കൺവേർട്ട് ചെയ്തു. ഈ സെൻറ്ററിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ FMLലേക്ക് ഒരു കോഡിലേക്കാണ് കൺവേർട്ട് ആവുന്നത്. എങ്കിൽ മാത്രമേ മലയാളം ഫോണ്ടുകളൊക്കെ വർക്ക് ചെയ്യുള്ളൂ. ഞാൻ പിക്സൽ ലാബിലേക്ക് തിരിച്ചു വന്നു. ഇനി നമുക്കിവിടെ ടെക്സ്റ്റ് ഓപ്ഷൻ കാണാം. അതിൽ ടെക്സ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ പ്ലസ് ഐക്കണിൽ ടെക്സ്റ്റ് കൊടുക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ ആ കോപ്പി ചെയ്ത ആ ഒരു ഫോണ്ട് അല്ലെങ്കിൽ ആ ഒരു റൈറ്റിങ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം വേറൊരു ലാംഗ്വേജിലാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. ഇതിനെയാണ് നമ്മൾ FML കോഡ് എന്ന് പറയുന്നത്. ഓക്കെ കൊടുക്കുക. ഈ ഓക്കെ കൊടുത്ത് നമുക്ക് അലൈൻ ചെയ്യണം. ഇനി ടെക്സ്റ്റ് ഓപ്ഷൻസ് എടുക്കുക. നമുക്ക് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും ഇവിടെ, അലൈൻ. അത് ഞാൻ സെൻട്രൽ അലൈൻ ചെയ്യുകയാണ്. ഈ ഒരു ലെവലിൽ അലൈൻ ചെയ്തു. സൈസൊക്കെ ഞാനിത് ഈ ഒരു സൈസ് സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ കൊടുക്കുക. ഇനി ഫോണ്ട് എടുക്കുക. നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യണം. ഫോണ്ട് എടുത്തു. നമ്മൾ മലയാളം ഫോണ്ടുകളൊക്കെ ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഫോണ്ടുകൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലിങ്ക് ഉണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു ഫോൾഡറായിട്ടാണ് വരിക. ആ ഫോൾഡർ അല്ലെങ്കിൽ ആ ഫോണ്ട് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഐക്കൺ, ഫോൾഡറിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ആ ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് ആഡ് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് വേണ്ട ഒരു ലെവലിലുള്ള ഈ ഒരു ഫോണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ചിത്രകല വിഭാഗത്തിൽ മലയാള പുരസ്കാരത്തിന് അർഹനായ അസ്മാബി കോളേജ് വിദ്യാർത്ഥി ആദിലിന് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു PNG ഇമേജ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് തൽക്കാലം. നമ്മൾ കൈ തട്ടിയിട്ട് അനങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രോബ്ലം ആവും. അതുകൊണ്ട് അതൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ഇമേജ് ഇമ്പോർട്ടിൽ പോയിട്ട് ഇവിടെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അല്ലെങ്കിൽ പ്ലസ്സിൽ ഫ്രം ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷനും ഉണ്ട്. ഞാൻ ഇമ്പോർട്ടിൽ വന്നതിന് ശേഷം ഒരു ഇമേജ് എടുക്കുകയാണ്. അതായത് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുള്ളൊരു ഇമേജാണ് ഞാൻ എടുക്കുന്നത്. ഒരു PNG ഇമേജാണ്, ഇത് കാണാം. ഒരു ഇമേജ് എടുത്തിട്ട് ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. ഈ ഒരു PNG ഇമേജിൻ്റെ കളറ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക, ഓപ്ഷൻസ് എടുക്കുക, കളർ എടുക്കുക, എനബിൾ ചെയ്യുക, വൈറ്റ് ആക്കുക, ടിക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ചിത്രകല വിഭാഗത്തിൽ മലയാള പുരസ്കാരത്തിന് അർഹനായ അസ്മാബി കോളേജ് വിദ്യാർത്ഥി ആദിലിന് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഏത് സംഘടനയാണ് നമ്മളെ വിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺഗ്രാജുലേഷൻ പോസ്റ്റർ ഇറക്കുന്നത്, ആ സംഘടനയുടെ പേര് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ അവിടുത്തെ ഒരു വിദ്യാർത്ഥി സംഘടന SFIയുടെ പേര് കൊടുക്കുകയാണ്. SFI അസ്മാബി യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ കാണാം ഈ ഒരു ഫോണ്ട് ഞാൻ നേരത്തെ കൊടുത്ത സെയിം ഫോണ്ട് തന്നെ കൊടുക്കുകയാണ്. റോബോട്ടോ എന്ന് പറഞ്ഞ ഫോണ്ടാണ് നമ്മൾ കൊടുത്തത്, റോബോട്ടോ. ഇത് ഞാൻ റെഗുലർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോണ്ട് കൊടുക്കുകയാണ്. ഇനി കളറ് മാറ്റണം, കാരണം വൈറ്റ് ആണല്ലോ ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത്. കളറ് ചേഞ്ച് ചെയ്യുക, കളറ് ബ്ലാക്ക് ആക്കുക. ഒന്നിനും ബ്ലാക്ക് ആക്കുക അല്ലെങ്കിൽ റെഡ് യൂസ് ചെയ്യാം നമുക്ക്. ഇതവിടെ സെൻറ്ററായിട്ട് ഞാൻ ഒന്ന് സൂം ചെയ്യുകയാണ്. ഈ ഒരു ലെവലിൽ സെറ്റ് ചെയ്യാം. ഓക്കെ,
ബോൾഡ് ആക്കണമെങ്കിൽ ഇവിടെ ബി സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതിലിങ്ങനെ ബോൾഡ് ആക്കുക. അപ്പോൾ ഇത്ര ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തു. ഇനി ഒന്നും കൂടി വേണമെങ്കിൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടെക്സ്റ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ ഞാൻ ലോക്ക് ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ ആഡ് ചെയ്തൊക്കെ ലോക്ക് ചെയ്യാണ്. ഒരു ടെക്സ്റ്റ് കൂടി ആഡ് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തു. കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ വലുതാക്കിയിട്ട് ഈ ഒരു ലെവൽ സെറ്റ് ചെയ്യാം. ഓക്കെ, എൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കുന്നുണ്ട്. സെലക്ട് ചെയ്യുക, ഓപ്ഷൻസിൽ വന്നിട്ട് ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കുകയാണ്. ഓക്കെ, ഇനി ഇതിനെ ബാക്കിലേക്ക് കൊണ്ടുപോവാണ്. അതായത് ടു ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അതിലേക്ക് കൊണ്ടുവന്നു. ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുകയാണ് ഞാൻ. ഇനി ഞാൻ കോപ്പി എടുക്കുകയാണ്. അടുത്ത കോപ്പി. അപ്പോൾ നിങ്ങൾക്ക് കാണാം കൺഗ്രാജുലേഷൻ എന്ന് ഒപ്പാസിറ്റി കുറച്ചിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇമേജ് കൊടുത്തിട്ടുണ്ട്, പേര് കൊടുത്തിട്ടുണ്ട്, ക്ലാസ്സിൻ്റെ പേര് കൊടുത്ത്, കണ്ടൻറ്റ് കൊടുത്ത്, അഭിവാദ്യങ്ങൾ ഇനി അഭിനന്ദനങ്ങളാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. മറ്റുള്ള രീതിയിലുള്ള ഫോണ്ടുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ടൈപ്പോഗ്രഫിയുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അഭിനന്ദനങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ ഈ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന സംഘടനയുടെയോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയോ സ്ഥാപനത്തിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോപ്പി ചെയ്ത ഫോണ്ടുകളിൽ ചിലതൊക്കെ നമ്മുടെ ഇമേജിൻ്റെ മേലെയാണ് എടുക്കുന്നത്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ടു ബാക്ക് കൊടുക്കുക, ടു ബാക്ക്. ഓക്കെ, ഇപ്പോൾ എല്ലാ ഇമേജിൻ്റെ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഇപ്പോഴത്തെ വീഡിയോസിൽ ഒരുപാട് കമൻസ് ഒക്കെ കുറവാണ് സാധാരണ. പക്ഷേ വീഡിയോ ആളുകൾ കാണുന്നുണ്ട്, കണ്ട് നമുക്ക് റിസൾട്ടൊക്കെ അയച്ചു തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, കാരണം എന്നാലേ കൂടുതൽ പേരിലേക്ക് വീഡിയോസ് എത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുകയാണ്. കാരണം അത്ര എഫേർട്ട് എടുക്കുന്നുണ്ട് നമ്മളൊരു വീഡിയോയിലും. അതിനൊത്ത സപ്പോർട്ട് നിങ്ങൾ തരണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എലമെൻറ്റുകൾ, ടൈപ്പോഗ്രഫി, മലയാളം ഫോണ്ടുകൾ, ഇമേജസ്, ഷേപ്പ്, അങ്ങനെ എല്ലാ ബാക്ക്ഗ്രൗണ്ട് അടക്കം എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓരോ ലിങ്കായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.